Hello guys, welcome back to yet another new episode of SQ Family Vlogs. SQ Family Vlogs. Say hi Nunu. Hi. ഞങ്ങൾ ഇന്ന് ഒരു യാത്ര പോവാണ് പെരിന്തൽമണ്ണയ്ക്ക്. അപ്പോൾ ഞങ്ങൾ മൂക്കന്നൂരിന്നാണ് കേട്ടോ പോകുന്നത്. അമ്മയെ കൂട്ടാൻ പോകണം. അമ്മയ്ക്ക് ഇത്തിരി വയ്യായ്ക ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മനെ തന്നെ ബസ്സിൽ കയറ്റി വന്നു കഴിഞ്ഞാൽ അമ്മ തനിയാണ് വരാറ് സാധാരണ. വന്നു കഴിഞ്ഞാൽ ചിലപ്പം വരുന്നത് വരെ ടെൻഷനായിരിക്കും. ഇപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഞങ്ങളങ്ങ് പോയി കൂട്ടിയിട്ട് വരാമെന്ന്. പിന്നെ ഞങ്ങളും പോയിട്ട് കുറേ ദിവസമായി. സോ ജിത്തുവിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയാണ്, ജിത്തുവിൻ്റെ നാട്ടിലേക്ക്. അവിടെ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. പോകുന്ന വഴിക്കൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ കണ്ട് പോകാം. അതിനു മുന്നേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് മൂക്കന്നൂർ ഏഴാറ്റുമുഖം റോഡിൽ കൂടെയാണ്. അതിലൂടെ നമ്മൾ ചാലക്കുടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തിരി വളഞ്ഞ വഴിയാണ്. ഞങ്ങൾക്ക് വലിയ നിശ്ചയമൊന്നുമില്ല വഴി. പക്ഷേ ഈ വഴിയിലെ കൂടെ പോകുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. മറ്റേത് NH കൂടെ കുറച്ച് തിരക്കിൻ്റെ ഇടയിൽ പോകാമെന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഇതങ്ങനെയല്ല, നല്ല നല്ല പ്ലേസാണ് കേട്ടോ. ഭയങ്കര ഹരിതാഭ്യം പച്ചപ്പൊക്കെ ഉള്ള സ്ഥലമാണ്. ഏഴാറ്റുമുഖം തുമ്പൂർ വഴിയൊക്കെ കുറേ പേർക്ക് അറിയുണ്ടാവും. ഭയങ്കര നാട്ടിൻപുറം സ്ഥലങ്ങളാണ്. ഇവിടെ റോഡ് പണി നടക്കുകയാണ്, അതിൻ്റെ കുറച്ച് റഷുണ്ട്. അതർവൈസ് എല്ലാ വൈബും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് നല്ലതായിരിക്കും. അവിടെ പക്ഷെ ഇതിനുള്ള പ്രൊവിഷൻ ഉണ്ടോന്ന് എനിക്കറിയില്ല. കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പം വണ്ടിയിൽ പാട്ട് വെച്ചേക്കുന്നുണ്ട്, ഞാൻ വോയിസ് ഓവർ ചെയ്യുവാണ്. കണ്ടോ, ഈ റൂട്ട് കാണാൻ നല്ല രസമില്ലേ? ഇതങ്ങനെ എപ്പോഴും ബസ്സുള്ള റൂട്ടൊന്നും അല്ല കേട്ടോ. അപ്പം ഒരു 2 വീലറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയിട്ട് വരാം. തിരിച്ചു പോകാനൊക്കെ ബസ് കിട്ടാൻ ഇത്തിരി പാടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വരാറില്ല. എന്നാലും നമുക്ക് വണ്ടിയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇടയ്ക്ക് വന്ന് നോക്കാറുണ്ട്. നല്ല രസമാണ് ഇതിൽ കൂടെയുള്ള യാത്ര. പിന്നെ ഇവിടെയാണെങ്കിൽ നിറയെ പള്ളിയാണ് കേട്ടോ. ഒരുപാട് പള്ളികളുണ്ട്. നല്ല രസമായി ഈ ഹോൾ ഏരിയ. ഇവിടെയാണെങ്കിൽ അധികം ചൂടുമില്ല, അധികം തണുപ്പുമില്ല, അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. നിറയെ വയലുകളൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഇപ്പം തന്നെ കുറച്ച് കുഞ്ഞു മഴ പെയ്തപ്പോഴത്തേക്കും വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയായിട്ട്. ഇത് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെള്ളം കയറുന്ന ഏരിയയാണ്. അതർവൈസ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ പതിയെ ഇതൊക്കെ ആസ്വദിച്ച് നമ്മുടെ രാവണപ്രഭുവെല്ലാം അറിയാതെ പാട്ടൊക്കെ കേട്ട് കൂടെ പാടി അങ്ങനെ അങ്ങ് പോവുമായിരുന്നു. നല്ല മെമ്മറീസ് ആയിരുന്നു കേട്ടോ ഈ യാത്ര. സോ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ കുറേ, ഇത് പൈൻ ഫോറസ്റ്റ് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇവിടെ കുറേ പൈൻ മരങ്ങളുണ്ട് അല്ലേ. അപ്പം ഇവിടെ ഭയങ്കര, ഇത് ശരിക്കും ഞങ്ങളുടെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സ്വിച്ച് ചെയ്തത്. നമ്മുടെ മിക്ക യാത്രകളും അങ്ങനെയായിരിക്കും. എന്തായാലും നമ്മൾ ഇത് വഴിക്കാണ് പോകുന്നത്. അപ്പോൾ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. പിന്നെ അവിടെ ഒരു സർപ്രൈസ് ഉണ്ട്, അത് നമുക്ക് വഴിയെ കാണാം. നല്ല ഭംഗിയില്ലേ ഈ വഴി, ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് വരണം. അതെ, അങ്ങനെ കുഞ്ഞിതായപ്പോ ഞങ്ങൾ കൊണ്ടുവന്നത്. എത്ര വയസ്സുണ്ടായിരുന്നു? തീരെ മുടിയല്ലേ, 2.5 വയസ്സ്.
വന്ന് ആ കുട്ടീനെ ഒന്ന് കാണിച്ചു തരുവോടൂ. കുട്ടീനെ കാണിച്ചത് എടുക്കാനാണെന്ന് വിചാരിച്ചിട്ട് താഴെ ഇരുന്ന ആളാ വേഗം എടുത്തോണ്ട് ഓരോ ഒറ്റ ഓട്ടം. ഒറ്റയ്ക്ക് ഇരിക്കുന്ന കൂടെ വേറെ വേറെ ഇരിക്കുകയായിരുന്നു. അതാ അത് അമ്മേ ഇതാരോ അത് ചെക്കന്മാരാണ്. അതാ ഒരാളിരിക്കുന്നാക്കി അമ്മ മോളാണ് മോനാണെന്ന് എനിക്കറിയില്ല. തിരിച്ചെടുത്തു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങള് കാലിലേ നിങ്ങൾക്ക് എങ്ങനെ അറിയണേ? വേറെ സംഭവമുണ്ട്. മലയാളികളുടെ പൈസ കൊടുക്കണമെങ്കിൽ ഒരു 10 പഴയതുണ്ടാവും. കളത്രം കാട്ടിക്കടിക്കാം. ഇവിടേക്ക് കളിച്ചേക്കുന്ന അച്ഛൻ്റെ വില കൂടുതൽ ചളിയുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ സർപ്രൈസ് ഇതാണ് കേട്ടോ മക്കളെ. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. 6 വർഷം ആയി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷെ ഇന്നലെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ കുറച്ച് ദേവാലയ സന്ദർശനമൊക്കെ ആയതുകൊണ്ട് നമുക്ക് സമയം കിട്ടിയില്ല. പിന്നെ വൈകിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ പോയി മുറിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ നോനൂട്ടിന് വയ്യാണ്ടായി. അതുകൊണ്ട് നമ്മളെല്ലാം ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇന്ന് ഞങ്ങൾ വരണ വഴിക്ക് ഇങ്ങനെ ഒരു ആംബിയൻസിൽ നിന്ന് മുറിക്കാമെന്ന് വെച്ച്. അപ്പോൾ നമ്മളൊന്നും സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാമോ. ഇവിടെ സെറ്റായിട്ടുണ്ട്. കേക്ക് അതിൻ്റെ അലുമിനിയം ഫോയിലിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എണ്ണ ഒഴിച്ച് ഇതാക്കി. ആൻഡ് യു നോ വൺ തിങ്, നമുക്ക് കത്തിയില്ല അല്ലേ ചിത്തു? അത് വെക്കുന്ന കത്തി ഇതാണ് കേട്ടോ. കത്തി എന്ന് പറഞ്ഞ് കാണിച്ചത്. അപ്പോൾ കത്തിയില്ല. സോ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മുറിക്കും. Happy anniversary to us. ഞങ്ങൾ ആനിവേഴ്സറി ആണ്. എന്താണ് കുട്ടിക്ക് പറയാനുള്ളത്? വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ചുട്ടുകാട്ടാടി. ആനിവേഴ്സറി അമ്മ അച്ഛ. ഇന്ന് നിങ്ങൾ വാശി പിടിക്കാതെ സന്തോഷത്തോടെ എല്ലാ ദിവസവും എൻ്റെ കൂടെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഹാപ്പി ആനിവേഴ്സറി അച്ഛ അമ്മ. ജിത്തു, വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നിനക്ക് എന്താ പറയാനുള്ളത്? വെഡിങ് ആനിവേഴ്സറി ആയിട്ട് കേക്കൊക്കെ ചോദിച്ചൊന്ന് കേട്ടു. നാണ്, പൃഥ്വിരാജ്, നോണു, ചിത്ര. എൻ്റെ കൂടെ താമസിച്ചിട്ടുള്ള വർഷങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു പറയും? വർഷങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾ നന്നായോ? ഞാൻ നന്നായി. ശരിക്കും തടി നന്നായി എന്നല്ല, കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന
ഇഷ്ടമുള്ള ആൾക്കാർക്ക്, സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോഴും കുറച്ച് ബന്ധങ്ങളുള്ളൂ, ചുരുങ്ങിയ കുറച്ച് ബന്ധങ്ങളാണ്. ഈ 6ാമത്തെ വെഡിങ് ആനിവേഴ്സറിയിൽ എനിക്ക് എന്താണ് പറയാനുള്ളത്? ഞാനും ഒരുപാട് ഹാപ്പിയാണ് നിൻ്റെ കൂടെയുള്ള ജീവിതം. ഞാൻ നിർത്തിക്കൊണ്ട് പറയുന്നല്ല, എനിക്കൊരു 12 വർഷമായിട്ട് ജിത്തുവിനെ അറിയാം. ഞങ്ങൾ ഫ്രണ്ട്സായിരുന്നു, പിന്നെ ലവേഴ്സായി, എന്നിട്ട് ഇടയിൽ ബ്രേക്കപ്പായി, വീണ്ടും റീജോയിൻ ചെയ്തു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭയങ്കര സംഭവബഹുലമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റോറി ആയിരുന്നു. പക്ഷേ ലൈഫിലേക്ക് കടക്കുമ്പോൾ പോലും എനിക്ക് ജിത്തുവിൻ്റെ അടുത്തൊരു ഞാൻ അഫെക്ഷനേറ്റഡ് ഒന്നുമല്ലായിരുന്നു. എനിക്കൊരു ഫാമിലി മെമ്പറിനെ പോലും ജിത്തുവിനെ സ്നേഹിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് നോനും ഉണ്ടായതിന് ശേഷം നമ്മുടെ ഇത് കളർഫുള്ളായിരുന്നു ലൈഫൊക്കെ. എന്നാലും എനിക്ക് അപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ച് നാളുകളായിട്ടുള്ളൂ, എനിക്ക് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 years or 3 years ഒക്കെ ആയിട്ടുള്ളൂ ഇവനോട് ഇത്ര അഫെക്ഷനേറ്റ് ആയിട്ട്. കാരണം ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും കൊച്ചും ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല കോൺസെപ്റ്റല്ല, അതാണ് സത്യം. അതേപോലെ തന്നെയാണ് ഇപ്പോൾ എനിക്ക് ഇതിനില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. സോ ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു, ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് കുറേ വർഷങ്ങൾ തരണം, നല്ല രീതിയിൽ ഫ്രണ്ടിലേക്ക് പോകാൻ കഴിയണം. ഞങ്ങളുടെ കുട്ടി ഞങ്ങളോടൊപ്പം ഹാപ്പിയായി. അങ്ങനെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വീണ്ടും യാത്ര തുടങ്ങി. യാത്രക്കിടയിൽ ഒരു ഐസ്ക്രീംകാരനെ കണ്ടു, എന്നിട്ട് കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചു. അതിനുശേഷം വീണ്ടും ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് ഈ റോഡങ്ങ് തീർന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ NH-ആയിട്ട് കണക്റ്റഡ് ആവും കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ഒരുപാട് ലേറ്റായിട്ട് ഫുഡ് കഴിക്കാനൊക്കെ നിർത്തിയത്. ഭയങ്കര തിരക്കായിരുന്നു റോഡിൽ. അപ്പം പിന്നെ ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആവുകയും ചെയ്തായിരുന്നു. ഞങ്ങളുടെ പ്ലാനൊന്ന് ചേഞ്ച് ആയതുകൊണ്ട് ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾക്ക് അന്ന് തന്നെ തിരിച്ചു വരുവാൻ വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ എവിടെയും നിർത്താതെ വേഗം പോയി. കുറേ നേരം കുറച്ച് ഫുഡൊക്കെ കയ്യിലുണ്ടായിരുന്നു, അതൊക്കെ വെച്ച് നോനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഒട്ടും പറ്റാണ്ടായപ്പം എനിക്ക് വൈകിട്ട് 4 മണിക്കാവുന്നു ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചത്. അപ്പോൾ പിന്നെ നിർത്തി, ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇടയിൽ എവിടെയാണ് ഫുഡ് കഴിക്കാൻ നിർത്തിയത്. പിന്നെ വീണ്ടും അപ്പം ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കണ്ടാവും നേരത്തെ പെരിന്തൽമണ്ണ എത്ര താമസം? അല്ല, പെട്ടത്തൂര്. അങ്ങനെ ഇതാ നമ്മൾ ചെർപ്പുളശ്ശേരി എത്തി. ഇവിടെ നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പ്ലേസൊക്കെ. കാരണം ഇവിടെ നമ്മൾ ഒരേ യാത്രകൾ കണ്ട് വിഷമിക്കേണ്ട, ഒരേ കാഴ്ചകൾ കണ്ട്, എല്ലാം വേറെ വേറെ കാഴ്ചകളാണ്. നല്ല രസമാണ്. ഇപ്പം NH-കൂടെ ഡയറക്റ്റ്ലി പോകുമ്പോഴത്തേക്കും പ്രത്യേകിച്ചൊന്നും കാണാനില്ലല്ലോ. പക്ഷേ ഈ ഒരു യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പെരിന്തൽമണ്ണയിൽ നിന്ന് പെരുമ്പാവൂർ വരെയുള്ള യാത്ര, അത് ഷൊർണൂർ വഴി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല മെലോഡിയസ് സോങ്ങൊക്കെ ഉണ്ടെങ്കിൽ, ഒരു കുഞ്ഞു മഴയും ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും യാത്ര. പിന്നെ അതാ പോകുന്ന വഴിക്ക് ജിത്തു ഒരു മന കാണിച്ചു തന്നു. ഇതിനൊരുപാട് വർഷം പഴക്കമുണ്ട് അത്രേ. അപ്പം അങ്ങനെ പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. എന്താ ഇങ്ങനെ ഓടിട്ട 2 നില വീട്, 3 നില വീട്, മച്ചിൻപുറമുള്ള വീടുകളൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. നല്ല തണുപ്പുമായിരിക്കും കേട്ടോ ആ വീടുകളിൽ. AC ഒന്നും വേണ്ട. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇവരൊക്കെ നമ്മളുടെ ഏട്ടന്മാരുടെ മക്കളും പിന്നെ ഏട്ടനും ചേച്ചി എല്ലാവരും ഉണ്ട് ഇതിൽ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അമ്മയും കുട്ടി വന്നു. അപ്പോൾ ഇത്തവണത്തെ വെഡിങ് ആനിവേഴ്സറി
അത്യാവശ്യം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ നല്ലൊരു യാത്രയും സമ്മാനിച്ചു. ഇറ്റ് വിൽ ബി എ മെമ്മറബിൾ വൺ. താങ്ക് യു ഫോർ വാച്ചിങ്.